ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. സോ ഗായ്സ്, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ബിസിയാണ്, ഭയങ്കര തിരക്കിലായി പോയത് കൊണ്ടും കൂടിയാണ്. പിന്നെ ഹെൽത്ത് അത്ര ഓക്കെ അല്ലായിരുന്നു, അതൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് തിരക്കിലായി പോയത് കൊണ്ട് മെഡിറ്റേഷൻ പിന്നെ ഒരു ക്ലാസ്സിലൊക്കെ നമ്മൾ കുറച്ച് പഠിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു തിരക്കൊക്കെ ആയിട്ടൊക്കെ അങ്ങനെ പോയതാണ്. അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ ഒട്ടും തന്നെ ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരാളല്ല. നിങ്ങൾ പല സത്യങ്ങളും ഈ റീഡിങ്ങിലൂടെ അറിയേണ്ടതായിട്ടുണ്ട്. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ പലപ്പോഴും നിങ്ങൾക്ക് ഈ പേഴ്സണെ കുറിച്ചിട്ട് പല സംശയങ്ങളും ഉണ്ടാകാം. ഈ പേഴ്സൺ ഏത് രീതിയിലുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഈ പേഴ്സൺ സത്യത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ, നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. പലപ്പോഴും നിങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടില്ലായിരിക്കാം. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ ഒരു റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ ഉദ്ദേശം എന്താണ്, ഈ പേഴ്സൺ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്, ഈ പേഴ്സൺ നിങ്ങളോട് താല്പര്യപ്പെടുന്നുണ്ടോ, നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. വൺ റിംഗ് സർക്കസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സണ് കുറച്ചധികം പ്രാരാബ്ദങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അതായത് പലപ്പോഴും ഇപ്പോൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഇപ്പൊ നിങ്ങളുമായിട്ട് ഏത് രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ പറ്റാറില്ല എന്നുള്ളതാണ്. അതായത് ഈ പേഴ്സൺ പല രീതിയിലും നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ പലപ്പോഴും നിങ്ങൾ എപ്പോഴും ഈ പേഴ്സണോട് പരാതി പറയുന്ന വ്യക്തികളായിരിക്കാം. അതായത് നിനക്ക് എന്നോട് സ്നേഹമില്ല, നിനക്ക് എന്നോട് സംസാരിക്കാനോ എനിക്ക് വേണ്ടി സമയം ചെലവഴിക്കാനോ നിനക്ക് നേരമില്ല, നീ എപ്പോഴും ബിസിയാണ് എന്നിങ്ങനെ നിങ്ങൾ എപ്പോഴുും, അതായത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരും ഈ പേഴ്സണോട് പരാതി പറഞ്ഞിട്ടുണ്ടാകാം. അത് എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ മനഃപൂർവ്വമല്ല നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാതിരിക്കുന്നത്. ഈ പേഴ്സണ് ഒരുപാട് തിരക്കുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ബാധ്യതകളുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ പലതും ഈ വ്യക്തി ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു കുടുംബത്തിന്റെ മുഴുവനും ഭാരവും ഈ വ്യക്തിയുടെ തലയിലായിരിക്കാം. ഈ വ്യക്തി പല കാര്യങ്ങളും സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്, നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ ബാധ്യതകളുണ്ട്. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ സ്വന്തമായിട്ട് ആ ഒരു ബുദ്ധിമുട്ടോടുകൂടി, അതായത് ആ ബുദ്ധിമുട്ടുകളൊക്കെ കൂടെ ഉള്ളത് കൊണ്ട്, ഉത്തരവാദിത്തങ്ങൾ കൂടെ ഉള്ളത് കൊണ്ട് എല്ലാം ഞാൻ തന്നെ സ്വന്തമായി ചെയ്യണം, ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ളൊരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് സമയം ചെലവഴിക്കാനോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താനോ സാധിക്കാത്തത്. ഓക്കെ, അപ്പൊ പലപ്പോഴും ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ പേഴ്സണ് നിങ്ങളോട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് എന്ന്. അങ്ങനെയല്ല, ഈ പേഴ്സൺ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ളത് കൊണ്ട് പല കാര്യങ്ങളും ഈ പേഴ്സൺ സ്വയം ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കേണ്ടത് കൊണ്ടും ഈ വ്യക്തി അങ്ങനെ ആയി പോകുന്നതാണ്. അതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് അപ്പ് ഫ്രം ദ ഡെപ്ത് ആണ്. അതായത് ആഴങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യം, റിലീസിങ് ഡിഫിക്കൽറ്റി ആണ്. ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു മനുഷ്യനാകാൻ തയ്യാറാണ്. ഈ വ്യക്തിക്ക് ഇപ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ, എന്തൊക്കെ ഇല്ലായ്മയുണ്ടോ, പോരായ്മകളുണ്ടോ, ഉത്തരവാദിത്തങ്ങളുണ്ടോ, അതെല്ലാം പരിഹരിച്ച് അതെല്ലാം എന്നേക്കുമായി മാറ്റിവെച്ചിട്ട്, അല്ലെങ്കിൽ അത് മാറ്റിവെച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബാധ്യത മാറ്റി വെക്കുകയാണെങ്കിൽ അത് പിന്നീട് വലിയൊരു ബാധ്യതയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതുകൊണ്ട് ഈ പേഴ്സൺ ആ ബാധ്യതകളെല്ലാം തന്നെ, ആ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം തന്നെ നല്ല രീതിയിൽ പരിഹരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ശ്രമിക്കുന്നത്. എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഈ വ്യക്തിക്ക് ഇപ്പോഴുണ്ടോ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കണമോ, എന്തൊക്കെ കാര്യങ്ങളാണോ ഈ പേഴ്സണെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം നല്ല രീതിയിൽ തന്നെ പരിഹരിച്ചുകൊണ്ട് സമാധാനപരമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ശ്രമങ്ങളും ഈ പേഴ്സൺ ശ്രമിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതും കൂടെ നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല.
ഓക്കെ, പല ശ്രമങ്ങളും പല പരിശ്രമങ്ങളും ഈ പേഴ്സൺ പരിശ്രമിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പോംവഴികൾ, സൊല്യൂഷൻസ്, എന്തൊക്കെ ചെയ്താലാണ് ഈ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ വുമൺ ഹോൾഡിങ് എ ഹാർട്ടാണ്. അതായത് ഈ പേഴ്സണ് ഇപ്പൊ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ജീവന് തുല്യം ഈ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നത് പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നത് സ്ത്രീയെ ആണെങ്കിൽ ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ അവര് നന്നായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ സ്ത്രീകളാണ് മുന്നിട്ട് നിൽക്കുന്നത് സ്നേഹത്തിന്റെ കാര്യത്തില്. ഫീലിങ്സ്, ഇമോഷൻസ്, നല്ല നല്ല നിങ്ങളുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ, ഇതെല്ലാം തന്നെ ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മനസ്സിലാവും. മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ അതൊരിക്കലും ഈ പേഴ്സൺ മറന്നു പോയിട്ടില്ല. മനോഹരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു, അതിനെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ സ്ത്രീകളാണ് സ്നേഹത്തിന്റെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ വുമൺ ഹോൾഡിങ് എ ഹാർട്ട് എന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിന്റെ ആ ഒരു കപ്പ് ഓഫ് ലവ്, സ്നേഹത്തിന്റെ ആ ഒരു ഹൃദയമാണ് കയ്യിലേന്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ അത് നന്നായിട്ട് തന്നെ സ്നേഹത്തിന്റെ വില അറിയുന്നത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് സ്ത്രീകളാണ് ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ നമുക്ക് ഇൻഡ്യൂഷൻസ് ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സന്റെ ഇൻഡ്യൂഷൻ വല്ലാണ്ട് വർക്കൗട്ട് ആയി തുടങ്ങിയിട്ടുണ്ട്. മനസ്സിൽ തോന്നിക്കുന്ന പല കാര്യങ്ങളും സത്യമാകുന്ന അവസ്ഥ. നിങ്ങളുടെ സിറ്റുവേഷൻ ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങൾ പറയാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കരയുകയാണെങ്കിൽ ഈ പേഴ്സൺ അത് ദൂരെ നിന്നുകൊണ്ട് അറിയാൻ പറ്റും. നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു ഹൃദയത്തെയാണ് കാണിക്കുന്നത്. ആ ഒരു ഹൃദയത്തിന്റെ മുന്നിൽ ഒരു കണ്ണാണ് നിൽക്കുന്നത്. ഈ ഒരു ഹൃദയത്തിന് എല്ലാം കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു കഴിവുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സൺ നന്നായിട്ട് തന്നെ നന്നായിട്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ സന്തോഷിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സൺ അത് അനുഭവിച്ചറിയാൻ പറ്റും. നിങ്ങൾ കരയുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതും ഈ പേഴ്സൺ ഓൺ ദ സ്പോട്ടിൽ തന്നെ അറിയാനായിട്ട് പറ്റും. അങ്ങനെ പല കാര്യങ്ങളും. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഈ പേഴ്സന്റെ ഫോട്ടോ നോക്കിയിട്ട് ഐ മിസ് യു, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു, ഞാൻ നിന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും ഈ വ്യക്തിക്ക് അത് ദൂരെ നിന്നുകൊണ്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ മിസ് ചെയ്യുന്ന കാര്യം ഈ വ്യക്തിക്ക് അറിയാൻ പറ്റും എന്നാണ് കാണിക്കുന്നത്. അതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇൻഡ്യൂഷൻ ഭയങ്കരമായിട്ട് വർക്കൗട്ടായി നിൽക്കുന്ന ഒരു കണക്ഷനും കൂടി ആയിട്ടാണ് കാണിക്കുന്നത്. മേ ബി വളരെ ദൈവികമായിട്ടുള്ള കണക്ഷൻ ആയിരിക്കാം നിങ്ങളുടെ രണ്ടുപേരുടെയും, അതായത് ഡിവൈൻ കണക്ഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ പറയുന്നത് പോലെ സോൾമേറ്റ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ പൂർവികരായിട്ട് ബന്ധമുള്ള ഒരു കണക്ഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെയോ പുനർജന്മമായിരിക്കാം. ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് ഒന്നിക്കാൻ സാധിക്കാതെ പോയ രണ്ട് പ്രണയിതാക്കളായിരിക്കാം. അപ്പോൾ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ഒന്നിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒന്നിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ഏത് സിറ്റുവേഷനിൽ വേണമെങ്കിലും ഈ റിലേഷൻഷിപ്പ് വരാം. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരിക്കലും ഈ പേഴ്സണെ മറക്കാൻ സാധിക്കാത്തത്. മനസ്സിലായോ? അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ ലിബറേഷൻ ആണ്. ഉറപ്പായിട്ടും ഇവിടെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള പേടി, സംശയങ്ങൾ, ശത്രുക്കളുടെ സാന്നിധ്യം ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് നിങ്ങളെക്കുറിച്ച് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ശത്രുക്കൾ നിങ്ങൾക്കിടയിൽ വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതായിരിക്കാം. അങ്ങനെ നിങ്ങൾ രണ്ടുപേരെയും തമ്മിൽ തല്ലിപ്പിക്കുന്നു, തെറ്റിദ്ധരിപ്പിക്കുന്നു, നിങ്ങൾ രണ്ടുപേരും ദൂരേക്ക് പോകുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ. കാരണം എനിക്ക് തോന്നുന്നു ഇത് കൂടുതൽ പുനർജന്മമാണ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. മുജ്ജന്മത്തിൽ നിങ്ങൾ ഒന്നിക്കാൻ ശ്രമിച്ചു, ശത്രുക്കൾ സമ്മതിച്ചില്ല. അതേ സിറ്റുവേഷൻ തന്നെയാണ് ഈ ഒരു ജന്മത്തിലും വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ശത്രുക്കളെ തോൽപ്പിക്കാൻ സാധിച്ചില്ല എന്നാണ് കാണിക്കുന്നത്. അതായത് ശത്രുക്കൾ ജയിച്ചു, ശത്രുക്കളെ തോൽപ്പിക്കാൻ നിങ്ങൾ രണ്ടുപേരും ശ്രമിച്ചെങ്കിൽ പോലും നടന്നില്ല, ശത്രുക്കളാണ് വിജയിച്ചത്. അപ്പൊ നേരെ ഉൾട്ടയായിട്ട് ഈ ഒരു ജന്മത്തിൽ സംഭവിക്കും. അതായത് ശത്രുക്കൾ തോൽക്കുകയും നിങ്ങൾ രണ്ടുപേരുടെയും പ്രണയം വിജയിക്കുകയും ചെയ്യും.
അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് ശാരീരിക അസ്വസ്ഥതകളായിരിക്കാം, മാനസിക ബുദ്ധിമുട്ടുകളായിരിക്കാം, ശത്രുക്കളുടെ ആക്രമണങ്ങളായിരിക്കാം, തെറ്റിദ്ധാരണകളായിരിക്കാം, നിങ്ങൾക്കിടയിൽ തന്നെ പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവൂല, പക്ഷെ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ സിറ്റുവേഷൻ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്നും ഒരു ഫ്രീഡം ആണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്, ഒരു സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത്, ലിബറേഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം ലഭിക്കുക തന്നെ ചെയ്യും. അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഓൾസോ ഇവിടെ പലതരത്തിലുള്ള നെഗറ്റീവ് എനർജി കുറഞ്ഞു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ റിപ്പീറ്റേറ്റീവ് ആയിട്ട് നിങ്ങൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് സപ്പോസ് നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാൻ ശ്രമിക്കും, അങ്ങനെ നിങ്ങൾ ഒന്നിക്കുന്നു, നിങ്ങൾ മര്യാദക്ക് മുന്നോട്ട് പോകുന്നു, പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ശത്രുക്കൾ വരുന്നു, വീണ്ടും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, വീണ്ടും നിങ്ങൾ സെപ്പറേറ്റഡ് ആകുന്നു, വീണ്ടും ബ്രേക്കപ്പ് ആകുന്നു, നിങ്ങൾ രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിഞ്ഞു പോകുന്നു, ശത്രുക്കൾ വിജയിക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ അത് മനസ്സിലാക്കുന്നു, ആ ശത്രുക്കളുടെ ആ ഒരു കെണി മനസ്സിലാക്കുന്നു, നിങ്ങൾ രണ്ടുപേരും വീണ്ടും പരസ്പരം സംസാരിച്ച് ഒന്നിക്കുന്നു. അങ്ങനത്തെ ഒരു ലെവല്, അതൊരു സൈക്കിളാണ്. സൈക്കിൾ എന്ന് പറയുന്നത് സംഭവിച്ച കാര്യങ്ങൾ തന്നെ ഇങ്ങനെ കണ്ടിന്യൂഷൻ ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക, ഒരു ലൂപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. മനസ്സിലായോ? അപ്പോൾ അതിന്റെ ഒരു എഫക്റ്റ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഡിക്രീസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് സൈക്കിൾ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഈ ഒരു പ്രണയ ജീവിതത്തിൽ കണ്ടിന്യൂഷൻ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ, അത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഒരു സൈക്കിൾ പോലെ, ഒരു റിപ്പീറ്റേറ്റീവ് പാറ്റേൺ പോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ സാന്നിധ്യം കുറയാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വൈബ്രേഷൻ കുറയാൻ പോകുന്നു. അത് നിങ്ങളെ കൂടുതൽ ആശ്വാസത്തിലേക്കും സമാധാനത്തിലേക്കും കൊണ്ടുവരുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് സന്തോഷിക്കാം. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളുടെ ഈ ഒരു പ്രണയ ജീവിതത്തിൽ എന്ത് കാര്യങ്ങളാണോ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്, ആ ഒരു സൈക്കിളിൽ കിടന്ന് നിങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ലൂപ്പിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അത് ബ്രേക്ക് ആകാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നമുക്ക് അവസാനം ഏഞ്ചൽ മെസ്സേജ് ആണ് ഗെറ്റ് മോർ ഇൻഫോർമേഷൻ എന്നാണ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സണെ കുറിച്ച് നിങ്ങൾ കുറച്ചും കൂടി കൂടുതൽ ഇൻഫോർമേഷൻ അറിയേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയുന്നത് മാത്രമല്ല സത്യമായിട്ടുള്ള കാര്യം. ദർ ആർ ലോട്ട്സ് ഓഫ് കേസ്, ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് മറച്ചു പിടിക്കുന്നുണ്ട്. അതൊരു പക്ഷെ നിങ്ങൾക്ക് വിഷമാകും എന്ന് വിചാരിച്ചിട്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കും എന്ന് വിചാരിച്ചിട്ടാകാം. പക്ഷേ കുറെ കാര്യങ്ങൾ ഈ പേഴ്സൺ മറച്ചു പിടിക്കുന്നുണ്ട്, മറച്ചു വെക്കുന്നുണ്ട്, നിങ്ങളോട് പറയാതെ നിശബ്ദമായി നിൽക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിയണം, നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതാണ് ഗെറ്റ് മോർ ഇൻഫോർമേഷൻ. അതായത് ഈ പേഴ്സൺ പറയുന്നതും നിങ്ങളുടെ അടുത്ത് പറയുന്നതും മാത്രമല്ല, വേറെയും ഒരുപാട് കാര്യങ്ങൾ മറിഞ്ഞു കിടക്കുന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം എന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്, ഏഞ്ചൽസ് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പേഴ്സൺ ഒരു ജെനുവിൻ ആയിട്ടുള്ള വ്യക്തി തന്നെയാണ്, നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് താല്പര്യപ്പെടുന്നത്, നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, പോരാത്തതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.